फ्रेंड्स, वेलकम बैक टू हिंदी एचू मंत्रा। आज हम बहू की विदा नामक एकांगी श्री विनोद रस्तोगी द्वारा रचित बहू की विदा नामक एकांगी के सारांश यहाँ चर्चा करेंगे। आइए, प्रस्तुत एकांकी बहू की विदा श्री विनोद रस्तोगी द्वारा रचित है। विनोद रस्तोगी एदिया बहू की विदा प्रमुख एकांगी है। इस एकांगी के माध्यम से लेखक ने हमारे समाज में व्याप्त दहेज की समस्या को दर्शाया है. ഈ ഏകാംഗിയിലൂടെ ലേഖകൻ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന, സമൂഹത്തിൽ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ദഹേജ് പ്രഥ, സ്ത്രീധന വ്യവസ്ഥ അല്ലേ, ഡൗറി കാരണം, ഒരു ഡൗറി സ്ത്രീധന ആ വ്യവസ്ഥ കാരണം ഓരോ കുടുംബത്തിലും ഉണ്ടാവുന്ന തകർച്ചയെക്കുറിച്ചുള്ള ആ ഒരു പ്രോബ്ലംസാണ് ഈ ഏകാംഗിയിലൂടെ, ബഹു കി വിദയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആര്? നമ്മുടെ ലേഖക് വിനോദ് രസ്തോഗി. അപ്പോൾ ബഹു കി വിദ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ബഹു എന്ന് വെച്ചാൽ മരുമകൾ അല്ലെ, വിദ എന്ന് പറഞ്ഞാൽ യാത്ര അയക്കുക, മരുമകളെ യാത്ര അയക്കുന്ന, അതായത് മരുമകളെ കല്യാണം കഴിഞ്ഞ് സസുരാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന മരുമകളെ പിന്നെ വീണ്ടും വിരുന്നിന് യാത്ര അയക്കുന്നതാണ് ബഹു കി വിദ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബഹു കി വിദ പാഠ് കാ സാരാംശ്, ഇതിൻ്റെ സമ്മറി നോക്കാം. ഇസ് ഏകാംഗി की കഥാവസ്തു ഉച്ചവർഗ के परिवार से संबंध रखती है. ഇത് ഉച്ചവർഗ പരിവാർ, അതായത് ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു ഫാമിലിയെക്കുറിച്ചും അവരുടെ ആ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. हिंदू रीति रिवाज के अनुसार सावन के महीने में सावन से पूर्व विवाहिता स्त्री पहला सावन अपने घर पर ही मनाती है. അപ്പോൾ ഹിന്ദു രീതി റിവാസ്, ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോർത്തിലൊക്കെ സാവൻ മാസമായി കഴിഞ്ഞാൽ ആ സമയത്ത് വിവാഹിതയായ സ്ത്രീകൾ ആദ്യത്തെ സാവൻ എന്ന് പറയുന്ന ആ ആഘോഷം, ഫെസ്റ്റിവൽ അവർ ആഘോഷിക്കുന്നത് സ്വന്തം വീട്ടിൽ ആയിരിക്കും. അപ്പം നമ്മളുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം എല്ലാ ആഘോഷങ്ങളും സ്വന്തം വീട്ടിൽ നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ അപ്പം പ്രമോദ് എന്ന് പറയുന്നതാണ്. അതേപോലെ ഈ ബഹു കി വിദയിലെ ബഹു തൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ സാവൻ ആ ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ प्रमोद भी अपनी बहन कमला को ससुराल से ले आने के लिए उसके ससुराल जाता है. അപ്പോൾ പ്രമോദ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇവിടുത്തെ ബഹു കമലയാണ്. കമല എന്നാണ് ബഹുയുടെ പേര്. അപ്പോൾ കമലയുടെ സഹോദരനാണ് പ്രമോദ്. അപ്പോൾ സസുരാലിലേക്ക് വന്നിരിക്കുകയാണ്. കമലയുടെ സസുരാലിലേക്ക് സഹോദരൻ തൻ്റെ സഹോദരിയെ വിരുന്നിന് വിളിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ്. കമല കെ സസുർ ജീവൻലാൽ, കമലയുടെ സസുർ എന്ന് വെച്ചാൽ അമ്മായി അച്ഛൻ ആരാണ്? ജീവൻലാലാണ്. ജീവൻലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അഹങ്കാരി വ്യക്തി ഹെ തഥാ അപ്നെ പൈസേ കെ ആകെ കിസി കോ കുച്ച് ഭി നഹീ സമജ്തേ ഹെ. വഹ്, അപ്പോൾ ആരാണ്? നമ്മുടെ ജീവൻലാലേക്ക് അഹങ്കാരി വ്യക്തി ഹെ, ഉസ്കെ ആകെ പൈസേ കെ അലേവ കുച്ച് ബി നഹി ഹെ, അതായത് പൈസ അല്ലാതെ വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അഹങ്കാരിയായ വ്യക്തിയാണ് നമ്മുടെ ജീവൻലാൽ. जब प्रमोद जीवनलाल से अपनी बहन की विदा की बात छेड़ता है तो जीवनलाल यह बहाने बनाते हैं कि तुम्हारे पिता ने उनकी हैसियत के हिसाब से दहेज नहीं दिया है. അതായത് ജീവൻലാൽ എന്താ പറയുന്നത്? പ്രമോദ് തൻ്റെ സഹോദരിയെ വിളിക്കാനായിട്ട് വന്നപ്പോൾ തൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് തൻ്റെ വീട്ടുകാർ, അതായത് പ്രമോദിൻ്റെ വീട്ടുകാർ നല്ല രീതിയിലുള്ള സ്ത്രീധനമൊന്നും തന്നിട്ടില്ല. പറഞ്ഞ രീതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള സ്ത്രീധനമൊന്നും തന്നിട്ടില്ല എന്ന് ജീവൻലാൽ പ്രമോദിനോട് പറയുകയാണ്. प्रमोद द्वारा अपनी मजबूरी बताने पर भी जीवनलाल टस से मस नहीं होते हैं और वे अपना अंतिम निर्णय प्रमोद को सुनाते हुए कहते हैं कि जब तक तुम 5,000 रुपये लेकर नहीं आ जाओगे तो
തബ് തക്ക് കമല കോ യഹാം സെ വിദാ നഹീ കിയാ ജായേഗ. അപ്പോൾ എന്താണ്, നമ്മുടെ ജീവൻലാലിനോട് പ്രമോദ് റിക്വസ്റ്റ് ചെയ്യാണ്, തൻ്റെ സഹോദരിയെ വിടണം, അവളുടെ ആഗ്രഹമല്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സാവൻ ഫെസ്റ്റിവൽ അവൾ ആഘോഷിക്കേണ്ടത് സ്വന്തം വീട്ടിലല്ലേ, അതുകൊണ്ട് അവളെ വിടണം. അപ്പോൾ നമുക്ക് പിന്നീട് സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ദഹേജ് എന്ന് പറഞ്ഞ സ്ത്രീധനം എന്ന് പറഞ്ഞ് ഇനിയും ആഗ്രഹിക്കുന്ന എന്താണോ അത് തരാൻ ഞാൻ നോക്കാം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആര്, പ്രമോദ്. പക്ഷേ കമലയെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല ജീവൻലാൽ. അപ്പോൾ ജീവൻലാൽ പറയുന്നത് 5,000 രൂപ, 5,000 രൂപ കൊണ്ടുവന്നോളൂ, അപ്പോൾ നിങ്ങളുടെ സഹോദരിയെ ഇവിടെ നിന്ന് അയക്കാമെന്ന് പറയുന്നു. പ്രമോദ് മൻ മസോസ് കർ രह जाता है कि और जीवनलाल से कहता है कि बेटी वाला होने के कारण आपने मेरा अपमान किया है. അപ്പോൾ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ എപ്പോഴും ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ താഴ്ന്നു നിൽക്കണം എന്നുള്ള അങ്ങനെ ഒരു കൾച്ചർ, അങ്ങനെ ഒരു മോശമായ കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇത്രയും അപമാനിക്കുന്നത് എന്നൊക്കെ പ്രമോദ് ജീവൻലാലിനോട് സംസാരിക്കുകയാണ്. ലേക്കിൻ യാദ് രഖിയെ ആപ് ഭി ബേട്ടി വാലേ ഹെ. അപ്പോൾ ജീവൻലാലിനോട് പ്രമോദ് പറയാണ്, ഞാൻ എൻ്റെ സഹോദരിയെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നത് കൊണ്ട് മാത്രം ഞാനിവിടെ അപമാനിതനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളും ഓർത്തോളൂ, നിങ്ങൾക്കും മോളുണ്ട്, നിങ്ങളുടെ മോളും വേറൊരു വീട്ടിൽ വിവാഹം ചെയ്ത് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ആ ജീവൻലാലിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രമോദ്. इस बात का उत्तर देते हुए जीवनलाल कहता है कि मेरी बेटी तो पहला सावन अपने मायके में ही मनाएगी क्योंकि मैंने पूरा दहेज दिया है. അപ്പോൾ അതിൽ ജീവൻലാൽ അഹങ്കാരത്തോടെ പറയുന്നത് എന്താണ്, എൻ്റെ മോള് അവളുടെ ആദ്യത്തെ സാവൻ ഫെസ്റ്റിവൽ അവളുടെ സ്വന്തം വീട്ടിൽ, മായ്ക്കാന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ തന്നെ അവൾ ആഘോഷിക്കും. കാരണം അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവളെ എന്തായാലും വിടും, അവർ ചോദിച്ച അത്രയും തന്നെ ദഹേജ് സ്ത്രീധനം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അഹങ്കാരത്തോടെ നമ്മുടെ ജീവൻലാൽ പ്രമോദിനോട് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ജീവൻലാലിനോട് റിക്വസ്റ്റ് ചെയ്ത് സഹോദരിയെ ഒന്ന് കാണാനായിട്ടുള്ള അനുവാദം ചോദിക്കുകയാണ് പ്രമോദ്. ആണ് കമല ജബ് കമരെ മേ ആത്തി ഹെ तो अपने भाई से गले मिलकर बहुत रोते हैं. കമല സഹോദരനെ കണ്ടപ്പോൾ സഹോദരനു മുന്നിൽ നന്നായിട്ട് കരയുന്നു. തബി പ്രമോദ് കമല को बताता है कि तुम्हारे ससुर ने 5,000 रुपये की हमसे मांग की है, अतः वह रुपये का प्रबंध करने वापस लौट कर जा रहा है. അപ്പോൾ നിൻ്റെ സസൂർ, നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ വീട്ടിലേക്ക് വിടണമെങ്കിൽ 5,000 രൂപ കൊണ്ടുവരണം എന്ന്. ആ 5,000 റുപ്പീസ് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തിരിച്ച് വന്ന ശേഷം നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാമെന്ന് തൻ്റെ സഹോദരിയെ സമാധാനിപ്പിക്കുകയാണ് പ്രമോദ്. ഇസി സമയം കമല കി സാസ് രാജേശ്വരി ആ ജാത്തി ഹെ. അപ്പോൾ കമലയുടെ അമ്മ സാസ് രാജേശ്വരി ആ സമയത്ത് അവിടേക്ക് വരുന്നു. जब राजेश्वरी को अपने पति की जिद का पता चलता है तो वह अपने पति से छिपा कर 5,000 रुपये प्रमोद को देने को तैयार हो जाती है. അപ്പോൾ അമ്മ ഒരു സോഫ്റ്റായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള അമ്മയായതുകൊണ്ട് ഭർത്താവിൻ്റെ വാശി മനസ്സിലായതുകൊണ്ട് അവർ എന്ത് ചെയ്തു, ഭർത്താവ് അറിയാതെ തന്നെ 5,000 രൂപ പ്രമോദിൻ്റെ കയ്യിൽ കൊടുത്ത് അത് ഭർത്താവിനെ ഏൽപ്പിക്കാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു അമ്മായി അമ്മയാണ് കമലയുടെ അമ്മ. കമല अपने सास की इस ममता को देखकर उनसे लिपट जाती है, तभी उनके ससुर जीवनलाल का प्रवेश होता है. അങ്ങനെ കമലയ്ക്ക് സന്തോഷമാവുന്നു, തൻ്റെ അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. ആ സമയത്ത് ജീവൻലാൽ അകത്തേക്ക് വരുന്നു. ജീവൻലാൽ अपनी बेटी के ससुराल से आने की आतुरता से प्रतीक्षा कर रहे हैं. അപ്പോൾ ഇവിടെ തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട്, അതായത് ജീവൻലാലിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് വരാനായിട്ട്, സാവൻ ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നമ്മുടെ കമലയുടെ ഭർത്താവ് രമേശ് പോയിരിക്കുകയാണ്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ജീവൻലാൽ ഇവിടെ ഇരിക്കുകയാണ്.
तभी उनका पुत्र रमेश आकर बताता है कि गौरी को उसके ससुराल वालों ने भेजने से मना कर दिया है. അപ്പോഴാണ് നമ്മുടെ കമലയുടെ ഭർത്താവ്, അതായത് ജീവൻലാലിൻ്റെ മകൻ രമേശ് വന്നിട്ട് പറയുന്നത് ഗൗരീനെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ഫെസ്റ്റിവലിനെ സ്വന്തം വീട്ടിലേക്ക് വിടാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നു. അവർ സമ്മതിക്കുന്നില്ല, ഗൗരീനെ തൻ്റെ കൂടെ വിട്ടില്ല എന്ന് പറയുകയാണ് ആര്, മകൻ. അപ്പോൾ ये सुनकर ജീവൻലാൽ के हृदय को चोट पहुंचती है. അത് കേട്ടപ്പോൾ ജീവൻലാലിൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റു. അപ്പോൾ സ്വന്തം മകളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇതേപോലെ വേദനിപ്പിച്ചപ്പോഴാണ് ജീവൻലാലിന് ആ വേദന എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ പ്രമോദിൻ്റെ വേദന എന്താണെന്ന് ജീവൻലാലിന് മനസ്സിലായി കാണും. വേ कहते हैं कि मैंने तो उनको भरपूर दहेज दिया था, अब वे किस दहेज की बातें कर रहे हैं. അപ്പോൾ ഞാൻ ആവശ്യത്തിലേറെ സ്ത്രീധനം അവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ടും അവർ പിന്നെ എന്ത് ദഹേജ്, അതായത് അവർ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് ജീവൻലാലിൽ നിന്നും സ്ത്രീധനം. അപ്പോൾ സ്ത്രീധനം കൊടുത്തത് അവർക്ക് പോരാ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും സ്ത്രീധനം അവർ ആഗ്രഹിക്കുന്നത് തന്നാൽ മാത്രമേ ഗൗരിയെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്ന് അവർ പറയുന്നു. ഇപ്പോഴാണ് ജീവൻലാലിന് തൻ്റെ മകളെ അവർ വിടാതിരുന്നപ്പോഴാണ് ഈ മരുമകളെ അവളുടെ വീട്ടിലേക്ക് വിടാത്തതിൻ്റെ വേദന അവർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. तब उनकी पत्नी राजेश्वरी कहती है कि दूसरों के साथ हमें वैसा ही व्यवहार करना चाहिए जैसा कि हम अपने लिए चाहते हैं. അപ്പോഴാണ് രാജേശ്വരി, അതായത് അമ്മ വന്നിട്ട് അച്ഛനോട് പറയുന്നത്, മറ്റുള്ളവരോട് അവർ നമ്മളോട് ഏത് രീതിയിൽ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരോടും പെരുമാറേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭർത്താവിന്. बहू और बेटी को समान समझना चाहिए, तभी घर में सुख समृद्धि एवं शांति आ सकती है. അപ്പോൾ രാജേശ്വരി ഭാര്യയാണ് ജീവൻലാലിന് തൻ്റെ തെറ്റെന്താണെന്ന് തിരുത്തി മനസ്സിലാക്കി കൊടുക്കുന്നത്. ബഹു മരുമകൾ, മകൾ എന്നുള്ള വ്യത്യാസം ഒരിക്കലും ഒരു ഫാമിലിയിലും ഉണ്ടാവാൻ പാടില്ല. മരുമകളും മകളും ബഹു ഓർ ബേട്ടി സമാൻ ഹെ, ഈക്വലാണ് എന്ന് എല്ലാ വീട്ടുകാരും കാണണം. എങ്കിൽ മാത്രമേ ആ വീട്ടിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. अपनी पत्नी के इन वचनों को सुनकर जीवनलाल की आंखें खुल जाती है. ഇപ്പോൾ ഭാര്യയുടെ ഈ വാക്കുകൾ കേട്ട് തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വിടാതിരുന്നപ്പോഴുള്ള വേദനയും എല്ലാം കൂടെ ആയപ്പോൾ ജീവൻലാലിൻ്റെ മനസ്സ് മാറി, അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു. और वे खुशी खुशी कमला की विदा कर देती है. അദ്ദേഹം അപ്പോൾ തന്നെ പ്രമോദിൻ്റെ കൂടെ കമലയുടെ സ്വന്തം വീട്ടിലേക്ക് ഫെസ്റ്റിവൽ ആഘോഷിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. യഹി ഏകാംഗി സമാപ്ത ഹോ ജാതി ഹെ. അപ്പോൾ ഇതോടെ നമ്മുടെ ഏകാംഗി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ഏകാംഗിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ വീട്ടിലെ പെൺകുട്ടി വേറൊരു വീട്ടിലുണ്ടാകുമ്പോൾ, വേറൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് വിടുമ്പോൾ അവൾക്ക് അവിടെ ഏതൊക്കെ രീതിയിലുള്ള സുഖസന്തോഷങ്ങൾ കിട്ടണമോ അതേ സുഖസന്തോഷം നമ്മളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന മരുമകൾക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ മകൾക്ക് മറ്റൊരു വീട്ടിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്നതെന്തോ അതേ നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു വലിയൊരു പാഠമാണ് നമുക്ക് ഈ ഏകാംഗിയിലൂടെ വിനോദ് രസ്തോഗി എന്ന ലേഖകൻ തരുന്നത്. പിന്നെ ഈ ഏകാംഗിയിലൂടെ സ്ത്രീധന സമ്പ്രദായത്തിനെ കുറിച്ചും അതിലെ എത്ര കൊടുത്താലും മതിയാവാത്ത രീതിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പ്രശ്നം വെച്ച് ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങൾ അടക്കം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര കൊടുത്താലും മതിയാവാത്ത ഫാമിലിയുമുണ്ട്. കൊടുക്കാൻ കഴിയാതെ, പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ കുറച്ച് കൊടുക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ സ്ത്രീധനം എന്നുള്ള ഈ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കണം. അതിന് ഓരോ പെൺകുട്ടിയും ഓരോ പുരുഷനും ഓരോ സ്ത്രീയും വിചാരിക്കണം, പതി പത്നി അവർ ഓരോ കുട്ടികളും വിചാരിക്കണം, ഞങ്ങൾ സ്ത്രീധനം വാങ്ങിക്കാതെ തന്നെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള വലിയൊരു പാഠമാണ് വിനോദ് രസ്തോഗി നമുക്ക് ഈ ഏകാംഗിയിലൂടെ തരുന്നത്. ഇനി നമുക്ക് ഈ ഏകാംഗിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം.
ബഹു കി വിദ ഏകാംഗി കാ ഉദ്ദേശ്യ ഓർ സന്ദേശ്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്? ഈ ഏകാംഗിയിലൂടെ എന്താണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത് നോക്കാം. ബഹു കി വിദ ഏകാംഗി ദഹേജ് പ്രഥാ കി ബുരായിയോं को ദർശാത്തി ഏകാംഗി ഹെ. അല്ലേ, സ്ത്രീധന വ്യവസ്ഥയുടെ ആ വ്യവസ്ഥ എന്നുള്ള ആ ചീത്ത സംസ്കാരത്തിനെ കുറിച്ചാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇസ് ഏകാംഗി കെ മാധ്യം സെ ലേഖകനെ ദഹേജ് പ്രഥാ കാ വിരോധ കിയാ ഹെ. സ്ത്രീധന സമ്പ്രദായത്തിനെ തന്നെ എതിർക്കുകയാണ് ഈ ഏകാംഗിയിലൂടെ ലേഖകൻ ചെയ്യുന്നത്. ഏകാംഗി മേ പ്രമുഖ കഥ ബഹു കി വിദായി ഹെ. ഇതിലെ ബഹു കി വിദായിയാണ്, ബഹുവിനെ യാത്ര അയക്കുന്നതാണ്. ജിസ്മേ സസുർ ജീവൻലാൽ അപ്നി ബഹു കി വിദായി കെ ലിയെ 5,000 की मांग करते हैं. 5,000 രൂപ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീധനം തന്നാൽ മാത്രമേ തൻ്റെ മരുമകളെ അവളുടെ വീട്ടിലേക്ക് വിടുകയുള്ളൂ എന്ന് ജീവൻലാൽ പറയുന്നു. ജിസെ ബഹു കെ ഭായി പ്രമോദ് ദ്വാര നഹീം ദേ പാനെ കെ കാരൻ വഹ് വിദാ കർണേ കെ ഇൻകാർ കർ ദേത്തെ ഹെ. അവളെ വിടാൻ തയ്യാറാവുന്നില്ല. അതഹ अंत में स्वयं उनकी बेटी जब दहेज के कारण ही विदा करने से इनकार कर दी जाती है तो जीवनलाल आंखें खुल जाती है. ജീവൻലാലിൻ്റെ കണ്ണ് തുറക്കുന്ന എപ്പോഴാണ്? സ്വന്തം മകളെ ഈ സ്ത്രീധന കാരണം പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവളുടെ വീട്ടിലേക്ക് വിടാതിരുന്നത് കൊണ്ട്, വീട്ടിലേക്ക് വിരുന്നിന് വിടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കുന്നു. വ कहते हैं कि चाहे जीवन भर की कमाई दे दो पर लड़की वालों की मांग पूरी नहीं होती है. അതഹ ഉൻകാ ഹൃദയ പരിവർത്തൻ ഹോ ജാത്ത. നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ സമ്പാദിച്ചതെല്ലാം നമ്മളുടെ മക്കൾക്ക് കൊടുത്താലും അവർക്ക് എത്ര കൊടുത്താലും അവർ പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇത് എന്ന് ജീവൻലാലിന് മനസ്സിലാവുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറ്റം സംഭവിക്കുന്നു. ലേഖകനെ ദഹേജ് പ്രഥാക്കു സമാജ് കെ ലിയെ അഭിശാപമാനാ ഹെ. ലേഖകൻ പറയുന്നത് ദഹേജ് പ്രഥ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഒരു ശാപമാണ്. ലേഖക യഹ് ഭി മാൻനാ ഹെ കി ബഹു ഓർ ബേട്ടി കോ സമാൻ മാൻനാ ചാഹിയെ. ബേട്ടി ബഹു, മരുമകൾ മകൾ എന്നുള്ളത് വേറെ വേറെ ഡിഫറൻ്റായി കാണാതെ സമാനായി ഈക്വലായി കാണണം എന്നുള്ള ഒരു ഉപദേശം കൂടെ തരുകയാണ് ലേഖകൻ. തബി പാരിവാരിക ഗൃഹസ്ഥി ശാന്തിപൂർണ്ണ വ സുഖദായി ഹോഗി. ബഹുവും ബേട്ടിയും ഒന്നാണെന്ന് ഓരോ വീട്ടിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സുഖവും ശാന്തിയും ഉണ്ടാവും എന്നുകൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് അങ്ങനെ ഒരു സുഖം, അതായത് പരിവാറിൻ്റെ സുഖം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ സുഖം എന്ന് പറയുന്നത് അവിടുത്തെ സുഖകരമായിട്ടുള്ള അന്തരീക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ളൊരു കുടുംബമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നത്. അതഹ ഏകാംഗികാർ വിനോദ് രസ്തോഗി अपनी एकांगी बहू की विदाई के माध्यम से दहेज प्रथा की समस्या के प्रति पाठकों को जागरूक किया है. ദഹേജ് പ്രഥ, സ്ത്രീധന സമ്പ്രദായം എന്നുള്ള ആ വലിയൊരു ശാപത്തിനെതിരായിട്ട് ഓരോ ഓരോ വായനക്കാർക്കും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു സമൂഹത്തിന് മൊത്തം തന്നെ ഒരു പാഠമാണ് ഈ ഏകാംഗി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബഹു കി വിദ എന്നുള്ള ഏകാംഗി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.